സാഹിത്യ പ്രവർത്തനങ്ങളെ പറ്റി നല്ല വാക്കുകൾ, സൗന്ദര്യമുള്ള വാക്കുകൾ പറഞ്ഞ് അഭിനന്ദിക്കപ്പെടുകയാണ്. പ്രശസ്തിയുടെ പിന്നാലെ പോകാറുണ്ട്. അത്രയൊന്നും അവാർഡൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്നും സമാധാനിക്കാറുണ്ട്. ചങ്ങമ്പടിക്ക് 1 അവാർഡ് കിട്ടിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ഗോൾഡ് മെഡല്. ഇപ്പൊ ചങ്ങമ്പഴ ആരാ നമുക്ക് അറിയാലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ചങ്ങമ്പഴയാണ്. അതിന് കാരണക്കാരൻ എൻ്റെ അധ്യാപകൻ രാമനാഥൻ മാഷാണ്, പ്രശസ്ത കവി പ്രൊഫസർ. അദ്ദേഹമാണ് ചങ്ങമ്പഴയുടെ കവിതകളെ ഞാൻ ചോദിക്കുന്നത്. അത് കേട്ട് എനിക്ക് ചങ്ങമ്പഴയുടെ വലിയൊരു ഞാൻ ചങ്ങമ്പഴ 71 ഇടപ്പള്ളിയിൽ പോയി ചങ്ങമ്പഴയുടെ ഭാര്യയും മക്കളെയും കണ്ടിട്ടുണ്ട്. ചങ്ങമ്പഴയുടെ മകളിപ്പോൾ ഈജിപ്തുണ്ട്. എനിക്കൊരു ഐഡിയ വയ്ക്കാനുണ്ട്. കാലത്തിന് മുമ്പിൽ ചങ്ങമ്പഴയുടെ മകൾ ലളിത, ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അവര് ഇടപ്പള്ളിയിൽ രമണമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ രമണ എന്ന പേരുള്ള ആൾക്കാരെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട്. അപ്പൊ അതിന് നിമിത്തമായിട്ട് ഞാൻ രമണനെ പറ്റി വാർത്തത്തിൽ എഴുതിയില്ല ലൈനാണ്. അപ്പൊ കുളമന്ത്രി രമണൻ പറഞ്ഞു, മാഷ് പറഞ്ഞ് ഞാൻ പോയി. അന്ന് MK സാറിനും ലീലാവ് ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവര് ലളിത വന്നിരുന്നു. അവര് ഇളമക്കൾ താമസിക്കുന്നുണ്ട്. അവരെ ഒന്ന് ആദരിക്കേണ്ടതൊക്കെ ഒരു ആവശ്യമുണ്ട്. ഈടെ ഒന്നും മക്കൾ ആരുമില്ല. പഴയ ആളുകളുടെ ചങ്ങമ്പഴത്തിന് മകൾ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് 78 പ്രായമുണ്ടാവും. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ ഇവിടെ പഠിക്കുക ഏറ്റവും വെച്ചാല് എന്നെ ഹിന്ദി പഠിപ്പിച്ച അന്നേ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയിരിക്കായിരുന്നു. അന്ന് ഹിന്ദി 50-ലല്ല, 52-ല. നമുക്ക് SSLCക്ക് 62 മാർക്ക് എനിക്ക് കിട്ടിയതാണ്. അത് എന്നെ പഠിപ്പിക്കുന്ന നാരായണന്റെ മകള് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച വലിയൊരു സന്തോഷമാണ്. ഞാൻ വിചാരിക്കാതെയാണ് ഈ രണ്ടുപേരും ഇവിടെ എത്തിയത്. കാര്യം വലിയ ആളാണുണ്ട്. അത് ആദ്യം പറയുന്നത്. പിന്നെ 1954 ഒക്ടോബർ 31 നാലാപ്പാട്ട് മരിച്ചത്. ആ നാലാപ്പാട്ട് നാരായണൻ മരിച്ച സമയത്ത് എൻ്റെ അധ്യാപകനായിരുന്ന ഗണശാസ്ത്രികൾ ജയനുണ്ടതിൽ എന്നോട് പറഞ്ഞു, താനെ ഒരു പ്രസംഗം ചെയ്യണം. ആരെപ്പറ്റി? നാലാപ്പാട്ടിനെ പറ്റി. അതിന് നവംബർ 8-ാം തീയതിയാണ് ഞാൻ ആദ്യം സ്റ്റേജിൽ കയറുന്നത്. 10ാമത് പഠിക്കണം. അപ്പം ഞാനത് എഴുതി വായിക്കല്ല പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് വായിച്ച് കേട്ടപ്പോൾ ശാസ്ത്രികൾ പറഞ്ഞു, KA ഗണപതി ശാസ്ത്രികൾ എന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകന്റെ ഏറ്റവും മുമ്പിലുള്ള ഒരാളാണ് ശാസ്ത്രികൾ. അദ്ദേഹത്തെ പറ്റി ലേഖനം കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രികൾ പറഞ്ഞു, ഞാനിതൊരു ലേഖനാക്കി തരണം. ശരിയാ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അച്ചടിച്ച മാസികയാണ്. ടീച്ചർമാരൊക്കെ ലേഖനം എഴുതിയിരുന്ന മാസികയാണ്. കോളേജ് ഹൈസ്കൂൾ മാസിക, സമരി കോളേജിൽ. ആ മാസികയില് ഞാൻ ലേഖനം എഴുതി കൊടുത്തു. നാലാപ്പാട്ട് നാരായണൻ. ഇന്നും ആ ലേഖനം സൂക്ഷിപ്പുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. ആ ലേഖന മുഖലേഖനായിട്ട് വന്നു. അതാണ് എനിക്ക് പ്രചോദനമായത്. പിന്നീട് മാതൃഭൂമിയായിട്ട് കുറച്ച് ബന്ധം വരികയുണ്ടായി. അതിൽ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് VN കോറാത്തനെയാണ്. VN കോറാത്താണ് എൻ്റെ ഒരു ലേഖനം, 2 ലേഖനങ്ങൾ തുടർച്ചയായിട്ട് 58 വരികയുണ്ടായി. അത് കായിക്കരയിൽ പോയപ്പോൾ ഒരു ക്യാമ്പിന് പോയതാണ് കോളേജിൽ നിന്ന്. അവിടെ ചെന്നിട്ട് ഈ കായിക്കരയിൽ പോയിട്ട് ആശാന്റെ കുടുംബക്കാരെ കാണുകയുണ്ടായി. അത് വീണഭൂമിന്റെ ജന്മഭൂമിയിൽ എന്ന പേരിലൊരു ലേഖനം അത് ഭാരതത്തിൽ വരികയുണ്ടായി. ആ ലേഖനം വായിച്ചിട്ട് അന്ന് പ്രീഡിഗ്രിക്ക് പഠിക്കാത്ത കുഞ്ഞുപിള്ള എന്നെ കാണാമെന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ GA സീനിയറാണ്. അപ്പോൾ ലേഖനം വായിച്ച് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാതൃഭൂമിയിൽ ഒരുപാട് എഴുതാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഭാരതവകുപ്പിലും രാജ്യവകുപ്പിലും. അതോടൊപ്പം തന്നെ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്, 78 MT വാസുദേവൻ നായരാണ് എനിക്ക് ആദ്യമായിട്ട് 5 പുസ്തകങ്ങൾ അയച്ചു തന്ന് എന്നെ ഒരു നിരൂപനാക്കിയത്. ഇന്ത്യയിലേക്ക് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഇവിടെ വന്ന കാര്യം ഞാൻ പറയണ്ടായി. വീട്ടിൽ വന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹമാണ് വാസ്തവത്തിൽ എനിക്ക് മാതൃകയായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്രന്ഥം, എൻ്റെ ഈ ചെറിയ ഗ്രന്ഥം MT വാസുദേവൻ നായർക്ക് സമർപ്പിക്കുന്നത്. അതിൽ നിമിത്തമായത് എങ്ങനെയാ വെച്ചാല് എൻ്റെ ശ്രീമതി ഒരു MT ആൽബം തയ്യാറാക്കിയത്. അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് MT ഇവിടെ 2 തവണ വീട്ടിൽ വന്നത്. അതൊരു 5-8 കോളേജുണ്ട്. MT യെ പറ്റി എവിടെ എന്തെല്ലാം വന്നോ മാസികയിലും പുസ്തകത്തിലും
ഒരു ആൽമാർ വരെ എംടി ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അത് കാണാൻ വേണ്ടി അദ്ദേഹം 94 പിന്നീട് 2014 ഇവിടെ വരികയുണ്ടായിട്ട് അതൊരു ഒന്ന് വേറെ കാര്യം. 2006 നടത്തിയത്. അങ്ങനെ എം ടി ആയിട്ട് ഒരു എന്താ പറയുക വ്യക്തിപരമായിട്ട് സാഹിത്യകാരൻ നിലയ്ക്കല്ല കുടുംബാംഗം നിലയ്ക്ക് എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. വിജയൻ കുറച്ച് കാലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, 1 കൊല്ലം. പക്ഷെ അതിനെ കൂടുതൽ എനിക്ക് പേഴ്സണലായിട്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എം ടി ആണ് എൻ്റെ പല സന്ദർഭങ്ങളിൽ ഒരിക്കൽ എന്നോട് കോട്ടയ്ക്കിലെ ജീവിതം പ്രത്യേകം പറയേണ്ടായി. പിന്നെ നമ്മളെ പഴയ എഴുത്തുകാരുണ്ട്, കല്ലന്മാരുടെ രാമന്റെ മേനോ കേട്ടിട്ടുണ്ടോ? അറിയാം. അദ്ദേഹത്തിന് ഒരു കുറിപ്പ് എഴുതും, താൻ കുറിപ്പ് എഴുതി വെച്ചിരുന്നു. സാഹിത്യത്തിലേക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. കുട്ടി എന്ന് എഴുതിച്ചിട്ടാണ്. അതിലാണ് കല്ലന്മാരുടെ രാമന്റെ മേനോ എഴുതുന്നത്. ആർക്കും കുച്ചി പൂവാനുള്ള പുസ്തകം എഴുതിയിരിക്കുകയാണ്. കല്ലന്മാരുടെ പട്ടാഭിയാണ് കല്ലന്മാരുടെ രാമന്റെ മേനോ. നമ്മളെ CS കൃഷ്ണമാരുടെ കൂടെ പഠിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ബയോഡാറ്റ എഴുതുക, അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, അദ്ദേഹം ആരായിരുന്നു, എവിടെ ജീവിച്ചു, അങ്ങനെ പറഞ്ഞു. അങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പോലെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ലേഖനത്തെ പറ്റി ഒന്നും പറയുന്നില്ല. ആ ലേഖനത്തിലെ ഭാഷയെ പറ്റി, അതിന്റെ പ്രമേയത്തെ പറ്റി എല്ലാം ഇവിടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ സ്വയം പറഞ്ഞ ശരിയല്ലോ. പക്ഷെ എന്നെ വളർത്തിയത് തുടക്കത്തിൽ ഗ്രന്ഥശാലയാണ്. ഈ ഗ്രന്ഥാലയമാണ് 54 ഗ്രന്ഥാലയങ്ങൾ വരുന്നതിന് മുമ്പ് പഠിക്കൊക്കെ അറിയാം. വേറെ കുറേ ലൈബ്രറി ഉണ്ടായിരുന്നു. ചായ മാസ്റ്റർ, കുഞ്ഞൻ മാസ്റ്റർ, ഇവരെ കൂടെ ചെറിയ ലൈബ്രറി നടത്തിയിരുന്നു. അപ്പൊ ആരോ ഒന്ന് പറഞ്ഞിട്ടായി എനിക്കത് വളരെ മനസ്സ് വേദനയുണ്ടായി. അതുകൊണ്ട് വാക്കുകൾ ആരും പറഞ്ഞു, മേലാറ്റൂര് ഒരുപാട് ഗ്രന്ഥാലയങ്ങളുടെ ഒരു ശവക്കുഴിയാണ് പറയുന്നത്. എനിക്കൊരു വിഷയമില്ലായിരുന്നില്ല. അതങ്ങനെ സംഭവിക്കും. ദേശീയ ഗ്രന്ഥാലയത്തിനെ പറ്റിയില്ല. ദേശീയ ഗ്രന്ഥാലയം അമ്പക്കാരെ പറഞ്ഞിട്ട് ഇന്നും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഈ വെയിലിനെ പറ്റി പറയും. ബ്രിട്ടീഷുമാരെ പറ്റി പറഞ്ഞപ്പോൾ അഴീക്കോട് പറയുണ്ടായി, പൂർവാഞ്ചലിലെ വെയിൽ പോലെ, പൂർവാഞ്ചലിലെ വെയിൽ വളർച്ചയാണ്, അതുപോലെ ഈ ഗ്രന്ഥാലയം വളർന്നു. ആ ഗ്രന്ഥാലയത്തിന്റെ സംവിധാനത്തിൽ വെച്ച് സന്നിധിയിൽ വെച്ച്, സന്നിധിക്കൊരു പുണ്യം ഉണ്ടാണ്, സന്നിധിയിൽ വെച്ച് ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ പിന്നെ ലാവണ്യം എന്ന് പറഞ്ഞാല് ആരോഗ്യം ചോദിച്ചിട്ട് സർക്കാരിന്റെ ലാവണ്യം ഉപ്പിരസല്ലേ, അതല്ല. ലാവണ്യം എന്ന പദത്തിന് സൗന്ദര്യം എന്നർത്ഥം. ഉപ്പുണ്ടാവാം, ഉപ്പില്ലാതെ പറ്റില്ല. ഉപ്പാണല്ലോ മനുഷ്യനെ, ഉപ്പില്ലാതെ ഈ ഭൂമിയിലെ ഉപ്പാണെന്നല്ലേ. അപ്പോ ആ അർത്ഥത്തിലാണ് അത് കുറിച്ചിട്ടത്. ആ ലേഖനം വലിയൊരു അത്ഭുതമാണ്. മാതൃഭൂമിയുടെ നെയിം പേജിൽ വന്നതാണ് ആ ലേഖനം. അത് അദ്ദേഹത്തിന്റെ മകൻ ശശിഭൂഷൺ പറഞ്ഞിട്ടാണ് ആ ലേഖനം എഴുതിയത്. അത് മാതൃഭൂമിയിൽ അദ്ദേഹത്തിന്റെ ശതാബ്ദി സമയത്ത് 1919 പുറത്താണ്. പിന്നെ മറ്റ് ലേഖനങ്ങളെല്ലാം തന്നെ ഗ്രന്ഥാലോകത്തിൽ, അണിമണി പറഞ്ഞ മതി, ഗ്രന്ഥാലോകത്തിലും ഭാഷാഭൂഷണിയിലും മാതൃഭൂമി ആഴ്ചവകുപ്പിലും ഭാരതത്തിലും മലയാളം വാരികയിലും എല്ലാം വന്നിട്ടാണ്. അവരൊക്കെ ഞാൻ ഇവിടെ അവരൊന്നും അതിൻ്റെ ആൾക്കാരും കൂടി ഇല്ല. നന്ദി ഓർമ്മിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നത് ഡോക്ടർ കെ ശ്രീകുമാറിനോടാണ്. അദ്ദേഹം ഇവിടെ എംടി ആൽബം കാണാൻ വന്നു. അദ്ദേഹം വലിയ ഗ്രന്ഥം മലയാളത്തിൽ ഇത്രയും ബൃഹത്തായ ഒരു ആധികാരിക ജീവചരിത്രം ആദ്യമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അത് പലരും കണ്ടിട്ടുണ്ട്. ലൈബ്രറിയിൽ വാങ്ങിച്ചെന്ന് എനിക്കറിയില്ല. അത് വാങ്ങിച്ചു വെക്കേണ്ടതാണ്. അത് എം ടിയെ പറ്റി പഠിക്കാൻ, എം ടിയെ പറ്റി മാത്രമല്ല മലയാള സാഹിത്യത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആധികാരിക ഗ്രന്ഥമാണ്. അദ്ദേഹം ആണ് ആ ഗ്രന്ഥം എഴുതിയത്. ഞാനതിൻ്റെ പരിപാടിക്ക് പോയിരുന്നു. ഇവിടെ 2-3 തവണ ഗ്രന്ഥത്തിൽ വീട്ടിൽ വരികയുണ്ടായത്. എം ടിയുടെ കൂടെ വർക്ക് ചെയ്തതാണ് ഡോക്ടർ കെ ശ്രീകുമാർ. ആ ശ്രീകുമാറാണ് അവതാരി എഴുതിയത്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, കുറേ ലേഖനങ്ങൾ വന്നതല്ലേ, അദ്ദേഹം കൊടുക്കുന്നില്ലേ, അദ്ദേഹം ആരംഭിച്ച ആദ്യമൊക്കെ പറഞ്ഞ് ലേഖനം ചെയ്യുന്നു. ഇതൊക്കെ പാടെ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നാളെ ഇതൊന്നും കാണില്ല. നമ്മള് വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഗവേഷകന്മാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് അദ്ദേഹം പറയില്ലേ. അങ്ങനെയാണ് ആൾക്കാർ വന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഞാൻ ഈ ഇവിടുത്തെ മഹാശതാബ്ദി എന്നൊരു ലേഖനം എഴുതിയപ്പോൾ
തൃപ്പൂണിത്തുറയിലെ നമ്പൂതിരിപ്പാട് ഞാൻ അറിയില്ല. അദ്ദേഹം ഒരു കമന്റ് എഴുതുകയുണ്ടായി മലയാള വാരികയിൽ. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും മനോഹരമായ ഒരു ലേഖനം ഞാൻ ഈ തമ്പുരാനെ പറ്റിയിട്ട് എഴുതിയിരുന്ന കുറേ ലേഖനം വായിച്ചിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ല, വായിച്ചിട്ടുണ്ട്. അത് വലിയൊരു അവാർഡാണ്. അത് മതി ഈ ഇതിനെ വേദി ഒരുക്കിയിട്ട് എങ്ങനെമാരോടും കാവലാരോടും കാവലാജിനോടും േടിനോടും എഴുതി പറയുന്നില്ല, നന്ദി പറയാണ്. ഈ ബുക്കിനെ പറ്റിയുള്ള ചർച്ച നമ്മൾ നിർദ്ദേശം വെച്ചിട്ടുണ്ടല്ലോ, അത് ചർച്ച നല്ലതാണ്. ഇതിലൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വിമർശനം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യത്തില്, മണ്ഡലം ഖണ്ഡനം. എനിക്ക് ഖണ്ഡനം നിർമ്മിച്ചു അഴീക്കോട് പറയാൻ വിമർശനം എന്ന് പറഞ്ഞാൽ എന്താ? വിമർശനം എന്ന് പറഞ്ഞാല് അഴീക്കോട് പറയാറുണ്ട്, വിമർശനം എന്ന് പറഞ്ഞാൽ ഖണ്ഡനം. ഖണ്ഡനം തന്നെ, ഖണ്ഡനം വേണം, മണ്ഡലം വേണം, സന്തോഷം തന്നെ, ഖണ്ഡനം വേണം. ആ ഖണ്ഡനമാണ് എഴുത്തുകാരനെ വളർത്തുന്ന ആശയെന്നോ സുഹൃത്തെന്നോ എന്ന് പറയുന്നത്. അത് ഇനി വരുന്നതിൽ വേണം. അത് അതിൻ്റെ പ്രമേയം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ലാംഗ്വേജ്, അതിൻ്റെ അന്തരീക്ഷം, ഓരോ ഭാഗങ്ങളിൽ എടുത്തിട്ട് അത് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. അവസാനമായിട്ട് ഒരു വാക്കുകൊണ്ട് നിർത്താം. എന്നെ ഇതിലേക്ക് എത്തിച്ചിട്ടുള്ള എൻ്റെ ഗണിതശാസ്ത്രികൾ രാമേന്ദ്രൻ, വിജയൻ, വിദ്യാഭ്യാസ നായർ, ഡോക്ടർ എസ് കെ നായർ, പ്രഭാകരവാരര്, ദേശീയ ഗ്രന്ഥാലയം, ഇത് വായിച്ചിട്ടുള്ള ആളുകൾ ചില ലേഖനം കാണുമ്പോൾ വിളിച്ച് പറയും, ഇങ്ങനെ ലേഖനം വായിച്ചുകൊണ്ട് നന്നായിട്ടുണ്ടെന്ന് കൊണ്ടോ. അത്രേ ഉള്ളൂ, വിമർശനമില്ല. വാൽമീകിയെ പറ്റി ഒന്നും എഴുതിയിരുന്നു, വാൽമീകിന്റെ കുണിമൂണിയില്. അപ്പൊ അദ്ദേഹം വിളിച്ചു. ഇതിപ്പോ ശരണകീർത്തനം എന്നുള്ള ഒരു മാതൃഭൂമി സപ്ലിമെന്റില് ഒരു ലേഖനം വരുന്നുണ്ട് അടുത്താഴ്ച. ഭക്തപ്രിയ ഒരു ലേഖനം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ വന്ദേ ഭാരതത്തെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പഠനം തയ്യാറാക്കാൻ ശ്രമത്തിലാണ്. മിനിഞ്ഞാന്ത് മാതൃഭൂമിയിലെ കഴിഞ്ഞ ശനിയാഴ്ച മാതൃഭൂമിയിലെ ഈ 1928 നടന്ന ഒരു സാഹിത്യ പരിഷത്തിന്റെ 3ാം യോഗത്തെ പറ്റിയിട്ട് ഒരു കുറിപ്പ് ഞാൻ എഴുതിണ്ടായില്ലേ. എനിക്ക് അത് വലിയ താല്പര്യം തന്നെ ഈ കുറിപ്പുകൾ എഴുതാൻ താല്പര്യം. ഒരുപാട് കുറിപ്പുകൾ എൻ്റെ കണക്ക് ഒരു 500-600 നിൽക്കില്ല. ലേഖനങ്ങൾ ചിലപ്പോൾ 500 താഴെ ഉണ്ടാവുള്ളൂ. ഒരു അതിനേക്കാളധികം കുറിപ്പുകൾ. ആദ്യത്തെ കുറിപ്പ് 58 വന്നു. അക്കിത്തത്തിന്റെ കവിതയെ പറ്റിയിട്ട് കുട്ടി കവിത എഴുതി. അതിന്റെ കുറിപ്പാണ് ആദ്യം വന്നത്. 58 മാർച്ചിലാണ് വന്നത്. ഇതെല്ലാം ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വേദി ഒരുക്കി തന്നതിന് ഒരു പക്ഷേ ഇത്രയും കാലത്തിനുള്ളിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. പലരും പല യോഗങ്ങളിലും വെച്ചിട്ട് വരുമാനം വ്യത്യാസമില്ല. ഇത്ര വളരെ വിസ്തരിച്ചിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഗ്രന്ഥാലയ പ്രവർത്തകരോടും ഗ്രന്ഥാലയത്തോടും നമ്മുടെ കൂടെയുള്ളവരോടും മൺമാറിനവരോടും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നൽകുന്നു. എൻ്റെ വിദ്യാർത്ഥികൾ പലവിടുന്നത് എനിക്കില്ല പ്രസാദ് അലിജിലെ കുറച്ചുകൂടി നന്നായി പോകണമെന്നാണ് നോക്കാതെ. അതിന് പലരുമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഹൈസ്കൂളിൽ ഒരു 4-5 വർഷം ജോലി ചെയ്യുന്ന കാലത്ത് ഇവിടുന്ന് പോകുമ്പോൾ ഈ സിനിമാട്ട് പറയണ്ടായി. സിനിമാട്ട് ഇംഗ്ലീഷ് ക്ലാസ് വളരെ ഗംഭീരമാണ്. ഷാലിമാട്ട് ക്ലാസ് ഉഷാറാണ്. ഈ സിനിമാട്ട് ക്ലാസ്സിൽ ഒരു ഉച്ചാരണമാണ്. പറയേണ്ടത് അദ്ദേഹം പറയണ്ടായി. ഞാനൊരു യാത്ര, ഞാൻ ഇവിടുന്ന് BSc കിട്ടി പോവുക. അപ്പോൾ എല്ലാവരും BSc കിട്ടിയപ്പോൾ മാനേജർ ചോദിച്ചു, എന്തിനാ പോണ? 61 എനിക്കിവിടെ ജോലി കാണിക്കുന്ന മാനേജരാണ്. ഒരു 2 കൊല്ലം ഡിഗ്രി കഴിഞ്ഞിട്ട് 2 കൊല്ലം ഒരു ഇരുണ്ട കാലമാണ്. അവർ എല്ലാ പേരും പറയും. അപ്പോൾ അതിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ അൺട്രെയിൻഡായിട്ട് ഇവിടെ ചേർന്നു. ഒറ്റപ്പാലം ജില്ലയിൽ ഏറ്റവും നല്ല ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് DO കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഞാൻ സർക്കാർ സർവീസ് പോയപ്പോൾ ശരാശരി അധ്യാപകനായി അതിന് താന്നുപോയി. പിന്നെ ഞാൻ സ്വയം പഠിക്കലായി. അപ്പം ഇവിടെ ഒരു വലിയൊരു എൻ്റെ സുവർണ്ണകാലം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ സുവർണ്ണകാലം 61 മുതൽ 65 അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാട്ടിൽ പറയണ്ടായി, ഹീസ് ഇൻ എഫക്ട് വേറെ ഹീ ഗോസ്. അത് മതി. അതാണ് ഇന്ത്യയുടെ പറഞ്ഞത്. നമസ്കാരം.